ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന പണിമുടക്ക് സമരം ഏശിയില്ല എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ആ സമരം അത് പൊളിഞ്ഞു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം ചേരുന്നു. വിജിൻ, ഈ സമരം ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന ഈ പണിമുടക്ക് അത് ചലനങ്ങൾ സൃഷ്ടിക്കാതെ പോവുകയാണോ? തീർച്ചയായും മനു, അങ്ങനെ തന്നെ വേണം പറയാൻ. എന്തായാലും സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ കളക്ടറേറ്റിലും വിവിധ ഡയറക്ടറേറ്റുകളിലും ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ ഒക്കെ 70% ഹാജർ നില ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മറ്റുള്ള കണക്കുകൾ എടുത്താൽ അവർ പല മറ്റ് സ്വാഭാവിക കാരണങ്ങളാൽ ഒക്കെ അവധിയിൽ പോയിട്ടുള്ളവരും നേരത്തെ തന്നെ അവധിയിലുള്ളവരും അവധി അപേക്ഷിച്ചവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ പൂർണ്ണമായ കണക്ക് അല്പസമയത്തിനകം പുറത്തു വരികയുള്ളൂ. എന്തായാലും നിലവിൽ ഈ സർക്കാരിനെതിരെ പ്രഖ്യാപിച്ച സമരം, പണിമുടക്ക് സമരം, അത് അത്ര വലിയ രീതിയിൽ ജീവനക്കാർ ഏറ്റെടുത്തിട്ടില്ല എന്ന് ഈ ഘട്ടത്തിൽ തന്നെ പറയാൻ കഴിയും. നേരത്തെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒക്കെ ഗേറ്റിന് പുറത്ത് ഇത്രയും ആളുകളുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അകത്ത് കയറിയ ശേഷം അവർ ഹാജർ രേഖപ്പെടുത്തിയ ശേഷം പുറത്ത് പ്രകടനത്തിൽ പങ്കെടുക്കാനും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ എത്തിയതാണ്. നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏകദേശം 10-30ഓളം വരുന്ന ആളുകളാണ് ഈ സമരത്തിന് ഉണ്ടായിരുന്നത്. അവർ തന്നെ ആദ്യഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ ഗേറ്റ് വഴിയും ജീവനക്കാർ കടന്നു പോകാൻ കഴിയുന്ന വിധത്തിലായിരുന്നു പ്രതിഷേധ മാർച്ചും അതുപോലെ തന്നെ പ്രതിഷേധ പ്രകടനവും ഒക്കെ നടത്തിയിരുന്നത്. ഇപ്പോൾ അവർ ആ ഗേറ്റ് പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തുന്നത്. നേരത്തെ 10 മണിവരെ ആളുകളെയൊക്കെ കൃത്യമായി കയറ്റിവിട്ടിരുന്നു. സെക്രട്ടേറിയറ്റിനകത്ത് നിന്ന് ഒക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എല്ലാ ഓഫീസുകളിലും ഹാജർ നില 70%-അടുത്തോളം ഉണ്ട് എന്നുള്ളതാണ്. മറ്റു സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അല്പസമയത്തിനകം ആ ദൃശ്യങ്ങളും ഒപ്പം തന്നെ കണക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി അതിൻ്റെ കണക്കുകൾ മനസ്സിലാക്കാൻ കഴിയും. ദൃശ്യങ്ങളും അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാക്കാൻ കഴിയും ഓഫീസുകൾക്ക് അകത്തുനിന്നുള്ളത്. എന്തായാലും നിലവിൽ ഇവർ വെച്ചിരിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് അത് സർക്കാർ നേരത്തെ തന്നെ ഈ മുദ്രാവാക്യങ്ങൾ വെക്കുന്നതിന് സമരപ്രഖ്യാപനമൊക്കെ നടത്തുന്നതിനുമൊക്കെ എത്രയോ മുമ്പ് തന്നെ പരിഗണിക്കും എന്ന് വ്യക്തമാക്കിയതാണ്. അത് ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും DA കുടിശ്ശിക കൊടുത്തു തീർക്കും എന്ന് വ്യക്തമാക്കുകയും ഒപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശിക കഴിഞ്ഞ ഏപ്രിലിൽ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. മറ്റത് 2 ഗഡു വെച്ച് ഓരോ വർഷവും നൽകി തീർക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുക 5 വർഷത്തിൽ ഒരിക്കലാണ്. അങ്ങനെയാണ് LDF നയം അത് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് 2 വർഷം ഡിലേ ഉണ്ടായതാണ് ഈ 2025 ശമ്പള കമ്മീഷനെ നിയോഗിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. എന്തായാലും അത് ഈ വർഷം തന്നെ നിയോഗിക്കുമെന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ ധനമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം പരിഗണിക്കാം എന്ന് സമരപ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പേ പ്രഖ്യാപിച്ച ഒരു സർക്കാരിനെതിരെയുള്ള സമരമായിട്ടാണ് ജീവനക്കാരും ഈ സമരത്തെ കാണുന്നത്. ഒപ്പം തന്നെ സാമ്പത്തികമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരുപാട് ഉപരോധം, അതുപോലെ തന്നെ വിഹിതങ്ങൾ നൽകാതെ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്ന നിലയൊക്കെ തുടരുന്നതിനിടയിലും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും പെൻഷൻകാരുടെ ആനുകൂല്യങ്ങളും ശമ്പളവും എല്ലാം കൃത്യമായി നൽകിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. പിന്നെ എന്തിന് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സമരം എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജീവനക്കാരുടെ പങ്കാളിത്തം ഈ സമരത്തിൽ കുറയുകയും ചെയ്തത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഈ ജീവനക്കാരുടെ സമരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഡയസ്നോണും പ്രഖ്യാപിച്ചതോടുകൂടി എന്ന് പോലും പറയാൻ അത്രയധികം ചലനങ്ങൾ സൃഷ്ടിച്ചില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ഇനി വിജിൻ പറഞ്ഞതുപോലെ ഹാജർ നില അല്പസമയത്തിന് തന്നെ അറിയാൻ കഴിയും. അപ്പോൾ മാത്രമേ എത്രമാത്രം ഉദ്യോഗസ്ഥർ സെക്രട്ടറിയിൽ അടക്കം ഹാജരായിട്ടുണ്ട് എന്നതിലൊരു വ്യക്തത നമുക്ക് വരികയുള്ളൂ. ഞാൻ വിജിനിലേക്ക് തിരികെ വരാം.